പ്രീതികര സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തില് സാമൂഹിക പരിഷ്കരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. സാമൂഹിക പരിഷ്കരണത്തിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുറപ്പിച്ചത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന രവീന്ദ്രനാഥ ടാഗോർ അങ്ങനെ വിശേഷിപ്പിച്ച രാജാറാം മോഹൻ റോയിയെ കുറിച്ച് ആധികാരികമായി നമ്മൾ പഠിച്ചു. സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാരമ്പര്യ ഹിന്ദുമത സംസ്കാരത്തെ എതിർത്തുകൊണ്ട്, ഹിന്ദുമതത്തിലെ ആചാരങ്ങളെ എതിർത്തുകൊണ്ട് ഏക ദൈവവിശ്വാസം പ്രചരിപ്പിക്കുവാനായിട്ട് യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സഹായത്തോടു കൂടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതായിട്ട് നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്ന ചില സംഘടനകൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ രൂപം കൊണ്ടിരുന്നു. ധർമ്മസഭ, രാധാകാന്ത് ദേവിന്റെ നേതൃത്വത്തിൽ. അതാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചത്. കൂടാതെ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് അതിനെ പിന്തുണയ്ക്കുന്ന മറ്റു ചില സംഘടനകൾ രൂപം കൊണ്ടു. അത് നമ്മൾ പഠിച്ചു. തത്വബോധിനി സഭയും തത്വബോധിനി പത്രികയൊക്കെ അല്ലെ. കൂടാതെ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ രംഗത്ത് വന്ന ചില സംഘടനകൾ ഉണ്ടായിരുന്നു. വേദസമാജവും ദൈവസമാജവും ഒക്കെ അത് നമ്മൾ പഠിച്ചു. മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി കഴിഞ്ഞ ദിവസം പഠിച്ചു. ആ മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി ആരംഭിച്ചത് 1863 നവാബ് അബ്ദുൽ ലത്തീഫ് ആണ്. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത ആദ്യ വ്യക്തി സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച്. അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുക. കൂടാതെ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വിശ്വസിക്കണം. അടിസ്ഥാന പ്രമാണങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് നിങ്ങൾ കാണുന്ന ഹിന്ദുമതത്തിലെ ആചാരങ്ങളെല്ലാം അനാചാരങ്ങളാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമുണ്ട്. അഥവാ ഹിന്ദുമത നവീകരണത്തിന് തുടക്കം കുറിച്ച ഒരു വ്യക്തിത്വമുണ്ട്, സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ആരംഭിച്ചാലോ? ആദ്യം നമുക്ക് സർ സയ്യിദ് അഹമ്മദ് ഖാനിലേക്ക് പോവാം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടി ഇംഗ്ലണ്ടിൽ ഉപരിപഠനത്തിനെത്തുകയും തുടർന്ന് വക്കീൽ ജോലിയിൽ ആരംഭിക്കുകയും അതേ തുടർന്ന് ബ്രിട്ടീഷ് ജഡ്ജിയായി മാറുകയും ചെയ്ത വ്യക്തിയാണ്. ഈ വക്കീൽ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ബാരിസ്റ്റർ എന്നാണ് പറയുക കേട്ടോ. ബ്രിട്ടീഷ് അംഗീകാരമുള്ള വക്കീൽ ജോലി ചെയ്യുന്നവരെയാണ് നമ്മൾ ബാരിസ്റ്റർ എന്ന് വിളിക്കുക. ഗാന്ധിജിയും ബാരിസ്റ്റർ ആയിരുന്നു. കേരള നവോത്ഥാനം പഠിക്കുമ്പോൾ ബാരിസ്റ്റർ GP പിള്ള അല്ലെ, ബാരിസ്റ്റർ. ബ്രിട്ടീഷ് അംഗീകാരമുള്ള വക്കീലന്മാരെയാണ് നമ്മൾ ബാരിസ്റ്റർ എന്ന് വിളിക്കുക. തുടർന്ന് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടുകയും ബ്രിട്ടീഷ് ജഡ്ജായി മാറുകയും ചെയ്തു. അദ്ദേഹം ബ്രിട്ടീഷ് ജഡ്ജായി സേവനം ചെയ്ത സമയത്ത് തന്നെ അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരായ ജഡ്ജിമാരോട് വളരെ വിവേചനം പുലർത്തിയിരുന്നു. രണ്ടുപേരും ജഡ്ജി ആണെങ്കിലും ബ്രിട്ടീഷ് പൗരന്മാരായ ജഡ്ജിമാർക്ക് ഇന്ത്യയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു. ആ ബ്രിട്ടീഷ് ജഡ്ജിമാർക്ക് എന്ത് ചെയ്യാം? ഇന്ത്യക്കാരെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും ബ്രിട്ടീഷ് പൗരന്മാരെയും വിചാരണ ചെയ്യാൻ അനുവാദമുണ്ട്. പക്ഷേ ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് ജഡ്ജിമാർക്ക്, ഇന്ത്യൻ പൗരന്മാരായ ബ്രിട്ടീഷ് ജഡ്ജിമാർക്ക് ഇന്ത്യൻ പൗരന്മാരെ മാത്രമേ വിചാരണ ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. 1857 കാലഘട്ടത്ത് ഇദ്ദേഹം ബ്രിട്ടീഷ് ജഡ്ജായി സേവനം ചെയ്യുകയായിരുന്നു. പ്രത്യേകിച്ച് 1857 വിപ്ലവത്തിലെ ഇന്ത്യക്കാരായ വിപ്ലവകാരികളെ ബ്രിട്ടീഷുകാർ തടവിലാക്കുകയും വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നല്ലോ. അത്തരം കോടതികളിൽ ജഡ്ജിയായി സേവനം ചെയ്ത വ്യക്തിത്വമായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരോട് കാണിക്കുന്ന വിവേചനം നേരിട്ട് അറിയാവുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം മനസ്സിലാക്കി. മുസ്ലിം സമുദായത്തിൽ ജനിച്ച തനിക്ക് ഇന്ന് കാണുന്ന ആദരവ് ലഭിക്കാൻ കാരണമായത്, ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അംഗീകാരം ലഭിക്കാൻ കാരണമായത്, സമൂഹത്തിന് മുന്നിൽ അംഗീകാരം ലഭിക്കാൻ കാരണമായത് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയതാണ്, അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയതാണ്. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങളും പൊതുസമൂഹവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന, അതിനുവേണ്ടി പരിശ്രമിച്ച വ്യക്തിത്വമായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിം സമുദായത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ അല്ല. പൊതുസമൂഹത്തിന് വേണ്ടി കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ജനിച്ചത് ഡൽഹിയിലായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി? ഔദ്യോഗിക ജോലി എന്തായിരുന്നു?
ബ്രിട്ടീഷ് ജഡ്ജായിരുന്നു. ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ തന്നെ. പ്രിയ വിദ്യാർത്ഥികളെ, ഇപ്പോ PSC പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച് അധികം അറിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ PSC ഈ ചോദ്യം നിരന്തരമായി ചോദിച്ചു കാണാറുണ്ട്. ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഫസ്റ്റ് ഓപ്ഷനിൽ തരാറുള്ളത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിനെയാണ്. ഒരുപാട് പേര് തെറ്റിക്കും, ശരിയല്ലേ? ഒരുപാട് പേര് തെറ്റിക്കും. അദ്ദേഹത്തിന്റെ പേര് എഴുതാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ തരുന്നത് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. പലരും അദ്ദേഹത്തെ എഴുതാൻ ചാൻസ് ഉണ്ട്. കാരണം അവരെയൊക്കെ കുട്ടികൾക്ക് അറിയാം. സാധാരണഗതിയിൽ PSC പഠിച്ച് തുടങ്ങുന്നവർക്ക് അറിയാം. ആധികാരികമായി PSC പഠിച്ചവർക്ക് മാത്രമേ ആരെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ, സർ സയ്യിദ് അഹമ്മദ് ഖാനെ. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കണം. ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. എന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസം നൽകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ സർ സയ്യിദ് അഹമ്മദ് ഖാനാണോ? അല്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചു അല്ലെ? മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി ആരംഭിച്ചുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മുസ്ലിങ്ങൾക്ക് നൽകണമെന്ന് തീരുമാനിച്ച ഒരു വ്യക്തിത്വമുണ്ട്, നവാബ് അബ്ദുൽ ലത്തീഫ്. അദ്ദേഹത്തെ ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിലെ ആദ്യ വ്യക്തി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിലെ ആദ്യ വ്യക്തി എന്നറിയപ്പെടുന്നത് നവാബ് അബ്ദുൽ ലത്തീഫാണ്. എന്നാൽ ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് കേട്ടോ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ച സംഘടന അത് പൊതുസമൂഹത്തിന് വേണ്ടി ആരംഭിച്ചതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പൊതുസമൂഹത്തിന് വേണ്ടിയും കൂടാതെ മുസ്ലിം സമുദായത്തിന് വേണ്ടിയും പ്രവർത്തിച്ച വ്യക്തിത്വമാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പൊതുസമൂഹത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ച സംഘടനയാണ് സയന്റിഫിക് സൊസൈറ്റി. അപ്പൊ സയന്റിഫിക് സൊസൈറ്റി ആരംഭിച്ചത് എന്നാണ് 1864 ഈ സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാഭേച്ഛയില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണെങ്കിൽ, അത് ഇന്നത്തെ കാലത്ത് ട്രസ്റ്റ് പോലുള്ളവയാണെങ്കിൽ നമുക്ക് അവയെ സൊസൈറ്റി എന്ന് വിളിക്കാമായിരുന്നു. അപ്പൊ സൊസൈറ്റി എന്ന വാക്ക് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഏതെങ്കിലും സംഘടനയുടെ പേരിൽ സൊസൈറ്റി ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന് വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയായിരിക്കും. ഇനി പ്രസ്ഥാനത്തിന്റെ ഇംഗ്ലീഷ് എന്താ? മൂവ്മെന്റ് എന്നാണ് കേട്ടോ. ഈ മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രസ്ഥാനം എന്ന വാക്കുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് സംഘടനയല്ല, മറിച്ച് ആശയ പ്രചരണമാണ്. സംഘടനയാണെങ്കിൽ ആ സംഘടനയ്ക്ക് ആസ്ഥാനം ഉണ്ടാകും, നമ്മൾ ആസ്ഥാനം പഠിക്കേണ്ടി വരും. ക്ലിയർ? ഇനി പ്രസ്ഥാനം അഥവാ മൂവ്മെന്റ് എന്നാണ് വന്നതെങ്കിൽ അത് ആശയപ്രചരണമാണ്, അതിന് ആസ്ഥാനമില്ല, ആസ്ഥാനം പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് പോകുമ്പോൾ കുറേ പ്രസ്ഥാനങ്ങൾ നിങ്ങൾ പഠിക്കും അല്ലെ? സ്വദേശി പ്രസ്ഥാനം, സ്വരാജ് പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ഇതൊക്കെ ആശയപ്രചരണമാണ്. സൊസൈറ്റിക്ക് ഉദാഹരണമായി പറഞ്ഞാൽ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി അല്ലെ, മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലെ? ഇത് സർവീസ് പോലെയാണ് കണക്കാക്കുക, ട്രസ്റ്റ് പോലെ, ട്രസ്റ്റ് പോലെ. അപ്പോ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ച സംഘടന ഏതാണ്? സയന്റിഫിക് സൊസൈറ്റിയാണ്. ഏത് വർഷം? 1864. എന്തിനു വേണ്ടിയിട്ടാ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാൻ. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജോലി കിട്ടും, മെച്ചപ്പെട്ട സാമൂഹിക നിലവാരം പുലർത്താം, മെച്ചപ്പെട്ട ശമ്പളം കിട്ടും, അത് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും. ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടാൽ ആ കുടുംബം തന്നെ സമൂഹത്തിലെ ആദരവോടുകൂടി കാണപ്പെടും. തുടർന്ന് അടുത്ത തലമുറ വിദ്യാസമ്പന്നതയിലേക്ക് വളരും തുടങ്ങിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മേന്മകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ച സംഘടനയായിരുന്നു, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ആയിരുന്നു എന്ത്? സയന്റിഫിക് സൊസൈറ്റി. ആശയപ്രചരണം, അലിഗഡ് മൂവ്മെന്റ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അലിഗർ മൂവ്മെന്റ് എന്നാണ് പറയുക, മലയാളവൽക്കരിക്കുമ്പോഴാണ് നമ്മൾ അലിഗഡ് എന്ന് പറയുക കേട്ടോ. അപ്പൊ അലിഗഡ് പ്രസ്ഥാനം 1875 ആരംഭിച്ചു. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ടു അപ്ലിഫ്റ്റ് മുസ്ലിംസ്, മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഈ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുക. അത്രയും പ്രാധാന്യമുണ്ട് ഈ സംഘടന, ഈ ഒരു ആശയപ്രചരണത്തിന്. അപ്പൊ ആശയപ്രചരണം എന്താണ്? അലിഗർ മൂവ്മെന്റ് അഥവാ അലിഗഡ് പ്രസ്ഥാനം 1875 ആരംഭിച്ചു. എന്തിനു വേണ്ടി? ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കുന്നതിന്, സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കടന്നു വരണമെന്നും ആധുനിക ജീവിത രീതി പിന്തുടരുവാൻ അവകാശം നേടിയെടുക്കണമെന്നും
മുസ്ലിങ്ങളെ ബോധവൽക്കരിച്ചത് ആരായിരുന്നു? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. എന്തിലൂടെ? അലിഗഡ് പ്രസ്ഥാനത്തിലൂടെ. അപ്പൊ മുസ്ലിം ജനതയ്ക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള സാഹചര്യം വിരളമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഒരു കോളേജ് ആരംഭിച്ചു. അതാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ആ വാക്കിൽ തന്നെയുണ്ട് മുഹമ്മദൻ എന്ന വാക്കുകൊണ്ട് മുസ്ലിം സമുദായത്തെ നമുക്ക് കണക്കാക്കാം. ആംഗ്ലോ എന്ന വാക്കുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് നൽകുക. അല്ലെ? അപ്പൊ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആരംഭിച്ചത് 1875 ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി ആരംഭിച്ച ആരാ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി ആരംഭിച്ചത് 1863 നവാബ് അബ്ദുൽ ലത്തീഫും. അപ്പോ സാമ്യമുള്ള വാക്കുകളാണ്, തെറ്റിപ്പോവല്ലേ. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി 1863 ആരംഭിച്ചത് നവാബ് അബ്ദുൽ ലത്തീഫാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാൻ. ഇവിടെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് 1875 ആരംഭിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. എന്തിനു വേണ്ടി? മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി. വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട്. ആസ്ഥാനം എവിടെയാണ്? അലിഗഡ് ആണ്. ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് 1920 മുതൽ എന്ത് പേരിൽ അറിയപ്പെട്ടു? അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി. കോളേജ് ആയിരുന്നത് ബ്രിട്ടീഷുകാരുടെ അനുഭാവപൂർവമായ പെരുമാറ്റത്തോടു കൂടി, അല്ലെങ്കിൽ ഇവരുടെ ആവശ്യപ്രകാരം ബ്രിട്ടീഷുകാർ എന്തായിട്ട് മാറ്റി? സർവകലാശാലയായി പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആരംഭിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 1920 മുതൽ എന്തായിട്ട് മാറി? അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി. നിലവിൽ ഇത് അറിയപ്പെടുന്നത് അലിഗഡ് സർവകലാശാല എന്നാണ്. നിലവിൽ അറിയപ്പെടുന്നത് എങ്ങനെ? അലിഗഡ് സർവകലാശാല. ഈ അലിഗഡ് സർവകലാശാലകൾക്ക് പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന ഘടകമുണ്ട്. കേരളത്തിലുമുണ്ട്. കേരള സംസ്ഥാനത്തെ, കേരളത്തിലെ പ്രാദേശിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ ആണ്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്താണ്. മലപ്പുറം എന്ന് പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോ ഒന്നുകൂടെ നമുക്ക് റിവിഷൻസ് ഉറപ്പിക്കാം. സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജന്മസ്ഥലം ഡൽഹി, ബ്രിട്ടീഷ് ജഡ്ജിയായിരുന്നു. വിശേഷണം ഇന്ത്യൻ മുസ്ലിം നവോത്ഥാന ദ്രവിഡം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ച സംഘടനയുടെ പേര് സയന്റിഫിക് സൊസൈറ്റിയാണ്. 1864 ആരംഭിച്ചു. പൊതുസമൂഹത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ കുറിച്ച് പഠിപ്പിക്കും. ആശയപ്രചരണമായിരുന്നു അലിഗഡ് പ്രസ്ഥാനം. 1875 മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഥവാ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ഭാവി ഉറപ്പാക്കുന്നതിന് വേണ്ടി. ഇദ്ദേഹം ആരംഭിച്ച കോളേജിന്റെ പേര് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നായിരുന്നു. 1875 ആരംഭിച്ചു. ആസ്ഥാനം ഇവിടെ? അലിഗഡ്. 1920 മുതൽ ഇതെന്തായിട്ട് മാറി? അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി. നിലവിൽ അറിയപ്പെടുന്നത് എന്തായിരുന്നു? അലിഗഡ് സർവകലാശാല എന്ന്. അല്ലെ? ഈ അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറത്തുമാണ്. യഥാർത്ഥ ആസ്ഥാനം അലിഗഡ് ആണ്. കേരളത്തിലെ ആസ്ഥാനം മലപ്പുറം. അപ്പോ മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അലിഗഡ് മൂവ്മെന്റ് ആരംഭിച്ചു. അതിന്റെ ഭാഗമായി മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം അലിഗഡ് ആസ്ഥാനമാക്കിക്കൊണ്ട് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആരംഭിക്കുകയും ചെയ്തു. ഇതുകൂടാതെ പൊതുസമൂഹത്തിന് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദേശീയത എന്ന കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ദേശീയത എന്ന കാഴ്ചപ്പാടിന് തുടക്കം കുറിക്കപ്പെട്ടത് എന്തായിരുന്നു? നമ്മൾ പറയാറുണ്ട് 1857 വിപ്ലവമാണ് ദേശീയത എന്ന കാഴ്ചപ്പാടിന് തുടക്കമിട്ടത്. 1857 കാലഘട്ടത്ത് ആരംഭിച്ച വിപ്ലവം ഇന്ത്യക്കാരുടെ ഇടയിൽ ദേശീയത എന്നൊരു സ്വാധീനം ഉളവാക്കി. ആ സ്വാധീനത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി തന്നെയായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ബ്രിട്ടീഷുകാരുടെ ജഡ്ജിയായി സേവനം ചെയ്തിരുന്നു. ആ വിവേചനം ഇദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. ഒടുവില് റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്ത് 1883 ഇൽബർട്ട് ബില്ല് പ്രകാരമാണ് ഈ ജുഡീഷ്യറിയിലെ നീതിന്യായ വ്യവസ്ഥയിലെ വിവേചനം എന്ത് ചെയ്യുന്നത്? അവസാനിപ്പിക്കുന്നത്. അപ്പൊ നീതിന്യായ വ്യവസ്ഥയിലെ വിവേചനം അവസാനിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം പാസാക്കി, ഇൽബർട്ട് ബിൽ. അപ്പോ ബ്രിട്ടീഷ് ജഡ്ജിമാർക്ക് ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാം അല്ലെ? എന്നാൽ ഇന്ത്യൻ ജഡ്ജിമാർക്ക് ഇന്ത്യക്കാരെ മാത്രമേ വിചാരണ ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഈ വിവേചനം അവസാനിപ്പിക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ട പ്രമുഖരിൽ ഒരാളായിരുന്നു ആര്? നമ്മുടെ നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അല്ലെ? നമ്മൾ ബ്രിട്ടീഷ് വൈസ്രോയിമാർ ആൾറെഡി പഠിച്ചപ്പോൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1883 റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്താണ് എന്ത് പാസാക്കുന്നത്?
ഇൽബർട്ട് ബില്ല് പാസ്സാക്കുക. ആണായി ഇൽബർട്ട് ബില്ല് പ്രകാരം ജുഡീഷ്യറിയിലെ നീതിന്യായ വ്യവസ്ഥയിലെ വേർതിരിവ്, ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിച്ചു. ഇതും ഒരു കാരണമായിരുന്നു പിന്നീട് റിപ്പൺ പ്രഭുവിനെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ. അപ്പോ ഇൽബർട്ട് ബിൽ പാസ്സാക്കുവാൻ പരിശ്രമിച്ച ദേശീയ നേതാവ് കൂടെയാണ് ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്, വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോ ഇന്ത്യക്കാരുടെ ഇടയിൽ ദേശീയത എന്നൊരു കാഴ്ചപ്പാട്, ഇന്ത്യക്കാർ എന്നൊരു കാഴ്ചപ്പാട് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ മനസ്സിലുണ്ടായിരുന്നു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചു അല്ലെ? നമുക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ കാലഘട്ടത്ത്, അതായത് 1885 മുതൽ 1905 വരെ എന്ത് പേരിൽ അറിയപ്പെടുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദ കാലഘട്ടം എന്നാണ് അറിയപ്പെടുക. ഈ മിതവാദ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്? ബ്രിട്ടീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂമിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിക്കുക. ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗങ്ങളായിരുന്നത് സമ്പന്നരും സവർണരുമായ ഇന്ത്യക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആശയങ്ങൾ ഇന്ത്യക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്താരംഭിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിക്കപ്പെടുക. ശരിയാണോ? അല്ലെ? ശരിയല്ലേ? ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആശയങ്ങൾ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആശയങ്ങൾ അനുസരിക്കുന്നവര് മാത്രമായിരുന്നു ആ സംഘടനയിൽ അംഗങ്ങളായിരുന്നത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി. ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ആരംഭിച്ചതും ബ്രിട്ടീഷുകാരുടെ ആശയങ്ങൾ ഇന്ത്യക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ. ആ ഒരു ആശയത്തെ എതിർത്ത ഒരാളായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണെങ്കിലും അതിന്റെ പ്രസിഡന്റായി ഇന്ത്യക്കാരനെ നിയമിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാന് ഇഷ്ടപ്പെട്ടു. കാരണം ബ്രിട്ടീഷുകാരാണ് ആരംഭിച്ചതെങ്കിലും ബ്രിട്ടീഷ് ആശയങ്ങളാണ് ഇന്ത്യക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചതെങ്കിലും ആ സംഘടനയുടെ പ്രസിഡന്റ് ഇന്ത്യക്കാരനാകുമ്പോൾ പതിയെ പതിയെ എന്ത് ചെയ്യാം, ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി ചിലപ്പോൾ അത് മാറും എന്നൊരു ശുഭാപ്തി വിശ്വാസം ആർക്കുണ്ടായിരുന്നു? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പക്ഷേ ആ ശുഭാപ്തി വിശ്വാസം കൂടുതൽ നീണ്ടൊന്നും പോയില്ല. 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യത്തെ വിദേശി പ്രസിഡന്റ് നിയമിക്കപ്പെടുന്നു. ആരാ? ജോർജ് യോൾ. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച അലൻ ഒക്ടേവിയൻ ഹ്യൂം. അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച 1885 മുതൽ 1892 വരെ സെക്രട്ടറി ആയിരുന്നു. ആണോ? സെക്രട്ടറി ആയിരുന്നത് ആരാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. അപ്പൊ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു 1885 മുതൽ 1892 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറി. 1885 ഇന്ത്യക്കാരനായ ഡബ്ല്യു ബാനർജി പ്രസിഡന്റായി, 86 ദാദാഭായ് നൗറോജി പ്രസിഡന്റായി, 87 ബദറുദ്ദീൻ തിയാബ്ജി പ്രസിഡന്റായി. പക്ഷെ 88 ആയപ്പോ സെക്രട്ടറി ആരാ? അലൻ ഒക്ടേവിയൻ ഹ്യൂം. 1888 ആര് പ്രസിഡന്റായിട്ട് മാറി? വിദേശിയായ ജോർജ് യു. അപ്പൊ അതിനെതിരെ ആര് രംഗത്ത് വന്നു? സർ സയ്യിദ് അഹമ്മദ് ഖാൻ രംഗത്ത് വന്നു. കാരണം പുള്ളിയുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യക്കാരെ പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെങ്കിലും ഇന്ത്യക്കാരുടെ പരിധിയിലേക്ക് ആ സംഘടന വരും. ആ സമയത്ത് ഇന്ത്യയുടെ ദേശീയതയ്ക്ക് വേണ്ടി, ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചു. 1880 ബ്രിട്ടീഷുകാരൻ തന്നെ പ്രസിഡന്റുമായി, ബ്രിട്ടീഷുകാരനായ എ.ഒ. ഹ്യൂം സെക്രട്ടറിയുമാണ്. പൂർണ്ണമായും സംഘടനയുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, ദേശസ്നേഹം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇദ്ദേഹം ഒരു സംഘടന ആരംഭിച്ചു. അതാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ആ സംഘടനയുടെ പേരിൽ തന്നെയുണ്ട് ദേശസ്നേഹം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പൊ 1888 എന്ത് ചെയ്തു? യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ആരംഭിച്ചു. എന്തിനെതിരെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾക്കെതിരായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾക്കെതിരായി യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ആരംഭിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഏത് വർഷം? 1888 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, 1888 എന്തിനാണ് ആരംഭിച്ചത്? INC എതിരെയാണെങ്കിൽ 85 ആരംഭിച്ചുകൂടെയായിരുന്നോ? 85 എന്തുകൊണ്ട് ആരംഭിച്ചില്ല? പ്രസിഡന്റ് ഇന്ത്യക്കാരനായതുകൊണ്ട്. 88 എന്തുകൊണ്ട് ആരംഭിച്ചു? പ്രസിഡന്റും സെക്രട്ടറിയും ബ്രിട്ടീഷുകാരെ ഏറ്റെടുത്തു. ബ്രിട്ടീഷുകാര് ഏകാധിപത്യപരമായി INCയുടെ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സംഘടന രൂപീകരിക്കുക. ഈ 1888 വേറൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആശംസ നേർന്ന ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു ഡഫ്രിൻ പ്രഭു, രൂപീകരിച്ച 1885.
1888 പൂർണ്ണമായും ബ്രിട്ടീഷുകാര് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് പോലും വളരെ കുറച്ചുപേര് മാത്രമാണ് 1888 ആയപ്പോൾ പോലും ഈ സംഘടനയിൽ അംഗമായത്. അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഡഫറിൻ പ്രൂഫ് 1888 എന്തെന്ന് വിളിച്ചത്? മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിളിച്ചത്, അല്ലെ? അപ്പൊ ഡഫറിൻ പ്രൂഫ് വിചാരിച്ച് ഒരുപാട് പേര് ഇതിൽ അംഗമാകും, അപ്പൊ ബ്രിട്ടീഷ് ആശയങ്ങൾ എന്ത് ചെയ്യാം, ഇന്ത്യക്കാരിൽ പ്രചരിപ്പിക്കാം. പക്ഷേ 1888 ആയിട്ടും അധികം ആരും ഈ സംഘടനയിൽ അംഗമായില്ല. അതിന്റെ വിമർശനമായിട്ടാണ് ഡഫറിൻ പ്രൂഫ് എന്തെന്ന് വിളിച്ചത്? മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന്. വളരെ കുറച്ചുപേര് മാത്രമേ ഈ സംഘടനയിലുള്ളൂ, പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, തിരിച്ചു വരാം. അപ്പോ 1888 ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ച സംഘടന ഏതെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഇദ്ദേഹം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് കണ്ടിരുന്നില്ല. എല്ലാവരുടെയും ഉന്നമനമാണ് താൻ ലക്ഷ്യം വെച്ചത് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു പ്രശസ്ത വാക്യമുണ്ട്, PSC ചോദിക്കുന്നതുമാണ്. ഇന്ത്യയാകുന്ന വധുവിന്റെ ഒരു കണ്ണ് ഹിന്ദുവും മറ്റേത് മുസ്ലിമും എന്ന് പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇന്ത്യയാകുന്ന വധുവിന്റെ ഒരു കണ്ണ് ഹിന്ദുവും മറ്റേത് മുസ്ലിമും എന്ന് പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ധാക്ക ഉൾപ്പെടുന്ന കിഴക്കൻ ബംഗാളിന്റെ വികസനത്തിന് വേണ്ടി ബംഗാൾ പ്രവിശ്യ വിഭജിച്ച് 2 ഭരണകേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് ആദ്യമായി ആവശ്യപ്പെട്ടത് ആരായിരുന്നു? നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ബംഗാൾ പ്രവിശ്യയുടെ 2 നഗരങ്ങളായിരുന്നു ധാക്കയും കൽക്കട്ടയും. ഇതില് ധാക്ക ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് നവാബ് രാജാവ് ഭരിക്കുകയാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബംഗാൾ പ്രവിശ്യയിലെ കൽക്കട്ട ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആസ്ഥാനമായി മാറിയത്. അങ്ങനെ കൽക്കട്ട ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആസ്ഥാനമായി മാറിയപ്പോ ഭരണസിരാ കേന്ദ്രമായതുകൊണ്ട് തന്നെ പിന്നീട് ബ്രിട്ടീഷുകാർ ചെയ്ത എല്ലാ വികസന പ്രവർത്തനങ്ങളും എവിടെ കേന്ദ്രീകരിക്കപ്പെട്ടു? കൽക്കട്ടയിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. മറ്റൊരു നഗരമായ ബംഗാളിന്റെ, അതായത് കൽക്കട്ടയുടെ കിഴക്ക് ഭാഗത്തുള്ള ധാക്ക വികസനത്തിൽ മുരടിപ്പ് നേരിട്ടു. അങ്ങനെ വന്നപ്പോ ഡൽഹിയിൽ ജനിച്ച വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം പറഞ്ഞു, ബംഗാൾ പ്രവിശ്യയിലെ 2 നഗരങ്ങളിൽ ഒന്ന് മാത്രമേ വികസിക്കുന്നുള്ളൂ, ധാക്ക വികസിക്കുന്നില്ല. അതുകൊണ്ട് ദയവായി ധാക്കയെ മറ്റൊരു ഭരണ കേന്ദ്രമാക്കി മാറ്റൂ. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. തലസ്ഥാനമെന്ന ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ തിരുവനന്തപുരത്തില് ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, പക്ഷെ തിരുവനന്തപുരം നഗരത്തിലല്ല, ഗ്രാമമായ പാറശാല എന്ന സ്ഥലത്താണ്. ഞാൻ പറയുകയാണ്, പാറശാല എന്ന പ്രദേശം തിരുവനന്തപുരം നഗരത്തിന്റെ അത്രയും വികസനമില്ലാത്ത ഭൂപ്രദേശമാണ്. തിരുവനന്തപുരം നഗരത്തെ പോലെ തന്നെ പാറശാല എന്ന ഭൂപ്രദേശവും വികസനത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആവശ്യപ്പെടുക. അങ്ങനെ വികസനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? തിരുവനന്തപുരം ജില്ലയുടെ കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയായിരിക്കും? തിരുവനന്തപുരം നഗരപ്രദേശത്തെ. അതേ വികസനം പാറശാല കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? പാറശാലയെ മറ്റൊരു ജില്ലയായി പ്രഖ്യാപിക്കണം. മനസ്സിലായോ? അങ്ങനെ പാറശാലയെ മറ്റൊരു ജില്ലയായി പ്രഖ്യാപിച്ചാൽ തിരുവനന്തപുരം ജില്ലയുടെ ഭരണ സംവിധാനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ രൂപീകരിച്ചിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും? പാറശാല രൂപീകരിക്കാം, കളക്ടറേറ്റ് രൂപീകരിക്കാം, സിവിൽ സ്റ്റേഷൻ രൂപീകരിക്കാം, അല്ലെ? ജില്ലാ ആസ്ഥാനമായിട്ട് എല്ലാം എന്ത് ചെയ്യും? പാറശാല വരും. അങ്ങനെ പാറശാല വന്നാൽ എന്ത് ചെയ്യും? അത് വികസനമായിട്ട് മാറും, അല്ലെ? ഇന്ന് കേരളത്തില് നിലവിൽ 14 ജില്ലകളുണ്ട്. പുതിയ ജില്ലാ രൂപീകരണത്തെ കുറിച്ച് പലരും ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ജില്ലയില് ചില 2-3 നഗരങ്ങൾ കാണും. ആ നഗരപ്രദേശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് ആരാവശ്യപ്പെട്ടത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അങ്ങനെ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ആവശ്യപ്രകാരമായിരുന്നു 1905 ജൂലൈ മാസം 20-ാം തീയതി അപ്പോഴത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു എന്ത് ചെയ്യുന്നത്? ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. നമ്മളതിനെ ഹിന്ദു മുസ്ലിം വിഭജനം എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ വെറുതെ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഗൂഗിളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. വാട്ട്സ് ദ എയിം ഓഫ് ബംഗാൾ പാർട്ടീഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് രേഖകളിൽ ഇങ്ങനെയാണ് കാണുക. ബ്രിട്ടീഷ് രേഖകളില് ഔദ്യോഗിക രേഖകളിലൊക്കെ കാണുന്നത് ഇങ്ങനെയാണ്: ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഈസ്റ്റേൺ ബംഗാൾ. കിഴക്കൻ ബംഗാളിന്റെ വികസനത്തിന് വേണ്ടി ആ കിഴക്കൻ ബംഗാളിനെ പ്രത്യേക ഒരു ഭരണ ഭൂപ്രദേശമാക്കി മാറ്റുക എന്നതായിരുന്നു ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം.
യാദൃശ്ചികമായി കിഴക്കൻ ബംഗാളിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നു, പടിഞ്ഞാറൻ ബംഗാളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കൾ. അതുകൊണ്ട് ഇന്ത്യക്കാര് അതിനെന്തായി കരുതി? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ടായി വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. നമ്മൾ ഇന്ത്യക്കാർ പറയുന്നത് ബംഗാൾ വിഭജനം മതത്തിന്റെ പേരിലുള്ള വിഭജനം എന്നാണ്. പക്ഷെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയേ, ബംഗാൾ വിഭജനത്തിന്റെ മോട്ടീവ് എന്താണ് എന്ന് ചോദിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണുന്നത് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഈസ്റ്റേൺ ബംഗാൾ എന്നായിരിക്കും. അപ്പോ കിഴക്കൻ ബംഗാള്, ധാക്ക ഉൾപ്പെടുന്ന കിഴക്കൻ ബംഗാളിന്റെ വികസനത്തിന് വേണ്ടി ബംഗാൾ പ്രവിശ്യയെ വിഭജിച്ച് രണ്ട് ഭരണകേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ ആദ്യമായി ആവശ്യപ്പെട്ടത് ആരായിരുന്നു? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. അപ്പൊ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ കാലഘട്ടത്താണോ ബംഗാൾ വിഭജനം നടന്നത്? അല്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1898 മരിച്ചുപോയി. 1898 സർ സയ്യിദ് അഹമ്മദ് ഖാൻ മരണമടഞ്ഞു. അതും കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചു. കിഴക്കൻ ബംഗാളിന്റെ വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഭരണപ്രദേശമാക്കണോ എന്നൊക്കെ പഠിച്ചതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ 1905 ബംഗാളിനെ വിഭജിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാരുടെ പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധം കാരണം ബംഗാൾ വിഭജനം പിന്നീട് എന്ത് ചെയ്തു? 1911 റദ്ദ് ചെയ്യുകയും ചെയ്തു അല്ലെ? യെസ്, നിങ്ങൾക്കറിയാം. ഓക്കെ, എനിവേ അടുത്ത തിരിച്ചു വരാം. യെസ്, അപ്പൊ സർ സയ്യിദ് അഹമ്മദ് ഇവിടെ നമ്മൾ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്താലോ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ പൂർണ്ണമായിട്ട് നമുക്ക് ഒന്ന് റിവിഷൻ ചെയ്താലോ? റിവിഷൻ ചെയ്യും. സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ജന്മസ്ഥലം ഡൽഹി. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജോലി ബ്രിട്ടീഷ് ജഡ്ജിയായിരുന്നു. വിശേഷണം ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ്. സംഘടന സയന്റിഫിക് സൊസൈറ്റി ആരംഭിച്ചത് 1864. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക, ആശയപ്രചരണം അലിഗഡ് പ്രസ്ഥാനം എന്നായിരുന്നു 1875 ആരംഭിച്ചു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ഭാവി ഉറപ്പാക്കുക എന്നതായിരുന്നു, അഥവാ മുസ്ലിങ്ങളുടെ ഉന്നമനമായിരുന്നു അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഇദ്ദേഹം മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച കോളേജാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. 1875 ആസ്ഥാനം അലിഗഡ്. 1920 മുതൽ ഇത് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി. അലിഗഡിലെ മുസ്ലിം സർവകലാശാല നിലവിൽ അറിയപ്പെടുന്നത് അലിഗഡ് സർവകലാശാല. അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം മലപ്പുറമാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ജുഡീഷ്യറിലെ വിവേചനം ചൂണ്ടിക്കാണിക്കുകയും വിവേചനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. അതിന്റെ പ്രകാരമാണ്, അല്ലെങ്കിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആവശ്യപ്രകാരമാണ് റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്ത് 1883 ഇൽബർട്ട് ബിൽ പാസാക്കുകയും ജുഡീഷ്യറിലെ വിവേചനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. അതുവരെ ഇന്ത്യക്കാരായ ജഡ്ജിമാർക്ക് ഇന്ത്യക്കാരെ മാത്രമേ വിചാരണ ചെയ്യാൻ അനുവാദമുള്ളൂ. ബ്രിട്ടീഷ് ജഡ്ജിമാർക്ക് ഇന്ത്യക്കാരെയും ബ്രിട്ടീഷുകാരെയും വിചാരണ ചെയ്യാമായിരുന്നു. ഇൽബർട്ട് ബിൽ പ്രകാരം ആ വിവേചനം അവസാനിപ്പിച്ചു. ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരെയും വിചാരണ ചെയ്യാൻ അനുമതി ലഭിക്കുകയാണ്. ഓക്കെ. തുടർന്ന് 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന പ്രസ്ഥാനം ആരംഭിച്ചു, ദേശസ്നേഹം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾക്കെതിരായി ബ്രിട്ടീഷുകാർ ആശയങ്ങൾ അംഗീകരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾക്കെതിരായി. അതാണ് പ്രാധാന്യം. പ്രശസ്ത വാക്യം ഇന്ത്യയാകുന്ന വധുവിന്റെ ഒരു കണ്ണ് ഹിന്ദുവും മറ്റേത് മുസ്ലിമും. ധാക്ക ഉൾപ്പെടുന്ന കിഴക്കൻ ബംഗാളിന്റെ വികസനത്തിന് വേണ്ടി ബംഗാൾ പ്രവിശ്യ വിഭജിച്ച് രണ്ട് ഭരണപ്രദേശങ്ങൾ സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ബ്രിട്ടീഷുകാര് ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ല. 1898 മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് 7 വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുക, ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വരുന്നത്. കേട്ടോ, അത് മനസ്സിലുണ്ടാവട്ടെ. അടുത്ത നമ്മൾ പഠിക്കുന്നു ഹിന്ദുമത നവീകരണത്തിന് തുടക്കം കുറിച്ച, നേതൃത്വം നൽകിയ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച്. സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞ പ്രമുഖ വാക്യം ഇതായിരുന്നു: ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിത ഗതിയെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്ന ഋഗ്വേദം, ആരാധനയെക്കുറിച്ച്, ഈശ്വര ആരാധനയെക്കുറിച്ച് നിർദ്ദേശം നൽകുന്ന യജുർവേദം, സംഗീതത്തിന്റെയും വിജ്ഞാനത്തെയും കുറിച്ച് നിർദ്ദേശം നൽകുന്ന സാമവേദം, ആയുർവേദം, യുദ്ധകാലഘട്ടത്തെ ചിന്താരീതികൾ തുടങ്ങിയവയെ കുറിച്ച് വിശദീകരണം നൽകുന്ന അഥർവവേദം. ഈ വേദങ്ങളാണ് ഹിന്ദുമതത്തിന്റെ അന്തസ്സത്ത്. അതുകൊണ്ട് തന്നെ അവയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഹിന്ദുമതത്തിലെ ആചാരം. യജുർവേദത്തിലാണ് ഈശ്വര ആരാധനയെ കുറിച്ച് പറയുക, ആചാരങ്ങളെ കുറിച്ച് പറയുക. മന്ത്രങ്ങളാൽ നിബിഡമായ വേദമാണ് യജുർവേദം. ആ യജുർവേദത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ആചാരങ്ങൾ. മറ്റുള്ളവയൊക്കെ അനാചാരങ്ങളാണ്. പക്ഷേ പരമ്പരാഗതമായി ഒരു ആചാരം ചെയ്തു വരുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ വേദങ്ങൾ പോയി പഠിച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സംഭവിക്കുക?
ജനങ്ങൾ ഇദ്ദേഹത്തെ വിമർശിച്ചു. പരമ്പരാഗതമായി ജനങ്ങൾ ചെയ്തു വന്ന ആചാരത്തെ സ്വാമി ദയാനന്ദ സരസ്വതി വിമർശിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ദാരുണമായി കൊല്ലുകയാണ്. ദാരുണമായി കൊല്ലുകയാണ്. ജനങ്ങൾ ഒട്ടനവധി പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ തൊടുത്തുവിട്ടു. അദ്ദേഹം ഭരണാധികാരിയിൽ വിശ്വസിച്ചു. ഭരണാധികാരി ഇദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തുകയും വിഷം കലർത്തിയ ആഹാരം കൊടുത്ത് കൊന്നുകളയുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നമുക്ക് ഇന്ത്യൻ നവോത്ഥാനത്തിലെ ഒരു രക്തസാക്ഷി എന്നാണ് വിശേഷിപ്പിക്കേണ്ടി വരിക. നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കാം. സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചത് 1824 ഫെബ്രുവരി മാസം 12-ാം തീയതി ഗുജറാത്തിലെ കത്തിയവാഡ് എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. ഗുജറാത്തിലെ കത്തിയവാഡ് എന്ന സ്ഥലത്ത് ജനിച്ചു. ബാല്യകാല നാമം എന്ന് പറയുന്നത് മൂലശങ്കരൻ എന്ന് മലയാളത്തിൽ പറയും. യഥാർത്ഥത്തിൽ മുൽശങ്കർ എന്നാണ്. ഇനി ഡൗട്ട് വരരുത്, നിങ്ങൾ ചിലപ്പോൾ മൂലശങ്കരൻ എന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ വായിക്കും. ശങ്കരൻ എന്ന് പറയുന്നത് മലയാളവൽക്കരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മുൽശങ്കർ എന്നായിരുന്നു കേട്ടോ. മുൽശങ്കർ ഹൈന്ദവ തത്വചിന്തകൻ, ഫിലോസഫർ ആയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കണക്കാക്കുക. ഈ ഫിലോസഫർ അഥവാ തത്വചിന്തകൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമൂഹത്തിന്റെ ജീവിത വിജയത്തിന് വേണ്ടി ഉപദേശങ്ങൾ നൽകുന്ന വ്യക്തികളെയാണ് നമ്മൾ തത്വചിന്തകർ എന്ന് വിളിക്കുക. നമ്മൾ ഒരുപാട് സ്ഥലത്ത് തത്വചിന്തകരെ കാണാറുണ്ട് അല്ലെ? നിങ്ങളിപ്പോ ലോക വിപ്ലവം പഠിക്കുകയാണെന്ന് വിചാരിക്കുക, ഫ്രഞ്ച് വിപ്ലവം പഠിക്കുകയാണ്, അവിടെ തത്വചിന്തകരെ പഠിക്കും. ആ തത്വചിന്തകർ എന്താ ചെയ്തേ? ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഉപദേശം നൽകിയ വ്യക്തിയാണ്. അമേരിക്കൻ വിപ്ലവം പഠിക്കുമ്പോൾ അവിടെയും കുറച്ച് തത്വചിന്തകരെ പഠിക്കും. എന്താ പ്രത്യേകത? അമേരിക്കൻ ജനത എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന മാർഗനിർദ്ദേശം നൽകിയവരെയാണ് തത്വചിന്തകർ. ഇന്ത്യയിൽ ഒരുപാട് തത്വചിന്തകരുണ്ട്. അതിൽ പ്രമുഖരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദനുമൊക്കെ. ഇവരെ സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില ചിന്താധാരകൾ നൽകുക. ഓക്കെ, അപ്പോ ഹൈന്ദവ തത്വചിന്തകനാണ്. ഇദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു സ്വാമി ബിർജാനന്ദ. സ്വാമി ബിർജാനന്ദയിൽ നിന്നാണ് ഇദ്ദേഹം വേദങ്ങൾ പഠിക്കുന്നതും വേദങ്ങൾ അഭ്യസിച്ച് ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണ് എന്ന് ആദ്യമായി പരാമർശിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയായിരുന്നു. ആര്യന്മാർ വന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ് എന്നതാണ് ചരിത്രപരമായി അംഗീകരിക്കുന്നത്. എന്നാൽ ആർട്ടിക് പ്രദേശത്ത് നിന്നാണ് ആര്യന്മാർ വന്നത് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ആര്യന്മാർ വന്നത് ആർട്ടിക് പ്രദേശത്ത് നിന്നാണ്. ആര്യന്മാർ വന്നത് ആർട്ടിക് പ്രദേശത്ത് നിന്നാണ് എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണടാ? ബാല ഗംഗാധര തിലകനാണ്. അപ്പോ ചരിത്രപരമായി പറയുന്നത് മധ്യേഷ്യയിൽ നിന്നാണ് ആര്യന്മാർ വരിക. ആ മധ്യേഷ്യയിൽ നിന്ന് ഒരു വിഭാഗം പേര് യൂറോപ്പിലേക്ക് പോയി, മറ്റൊരു വിഭാഗം ഇങ്ങോട്ട് വന്നു, ഇന്ത്യയിലേക്ക് വന്നു. ഓക്കെ, ആ മധ്യേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയ വിഭാഗക്കാരുടെ പിൻഗാമികളാണ് ജർമ്മൻ ജനത എന്ന് പറഞ്ഞ വ്യക്തിത്വമായിരുന്നു ഹിറ്റ്ലർ. ആര്യന്മാർക്കാണ് ഭൂമിയിൽ ജീവിക്കാൻ അനുവാദമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ എന്ത് ചെയ്തു? യഹൂദന്മാരെ കൂട്ടക്കൊല നടത്തി. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആര്യന്മാര് ചരിത്രപരമായി പരിശോധിച്ചാൽ മധ്യേഷ്യയിൽ നിന്ന് വന്നു. ആ മധ്യേഷ്യയിൽ നിന്ന് ഒരു വിഭാഗം പേര് തെക്കേ ഇന്ത്യയിലേക്ക് വരികയാണ്, ഇന്ത്യയിലേക്ക് വരികയാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരികയാണ്. മറ്റൊരു വിഭാഗം യൂറോപ്പിലേക്ക് പോയി. അതാണ് കാഴ്ചപ്പാട്. ഇവിടെ സ്വാമി ദയാനന്ദ സരസ്വതി പറയുന്നത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത് ഇവിടെ നിന്നാണ്? ടിബറ്റിൽ നിന്നാണെന്നാണ് പറയുക. ഇനി ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യമായി എവിടെ എത്തിയേ? ആര്യന്മാർ ആദ്യമായി ഇന്ത്യയിൽ എവിടെ എത്തിയ ചരിത്രപരമായിട്ട്? സിന്ധു നദിക്കരയിലാണ്. സിന്ധു നദിക്കരയിലാണ് ആര്യന്മാർ ആദ്യമായി എത്തിച്ചേർന്നത്. അപ്പൊ അവിടെ ജനങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നേ. സിന്ധു നദീതടവാസികൾ, ഇന്ത്യയിലെ ആദ്യത്തെ നാഗരികത സിന്ധു നദീതട സംസ്കാരമാണല്ലോ. സിന്ധു നദീതീരത്ത് നഗരവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് ഏത് സംസ്കാരത്തിൽപ്പെട്ടവരായിരുന്നു? ഏത് സമുദായത്തിൽപ്പെട്ടവരായിരുന്നു? ദ്രാവിഡ സംസ്കാരത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോ ദ്രാവിഡ സംസ്കാരത്തിൽപ്പെട്ടവരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അഥവാ ഇന്ത്യയിലെ ആദിമ ജനത എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരത്തിൽപ്പെട്ടവരാണ്. ദ്രാവിഡ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവർ, അവരെയാണ് നമ്മൾ ദ്രാവിഡർ എന്ന് വിളിക്കുക. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ജനതയെ ദ്രാവിഡർ എന്ന് വിളിക്കാം. ആ ദ്രാവിഡ സംസ്കാരം, ദ്രാവിഡ ജീവിത രീതിയാണ് ആദിമ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സിന്ധു നദീതടവാസികൾ ദ്രാവിഡ സംസ്കാരത്തിൽപ്പെട്ടവരായിരുന്നു. ആ സിന്ധു നദിക്കരയിലാണ് ആര് വരിക? ആര്യന്മാര് വരിക. ആര്യന്മാര് വന്നപ്പോൾ സിന്ധു നദീതടവാസികള് ആര്യന്മാർക്കെതിരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആര്യന്മാരുടെ ആഗമനമാണ്
സിന്ധു നദീതട സംസ്കാരം നശിക്കുവാനുള്ള കാരണമായിട്ട് പറയുക? കുറെ കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ആര്യന്മാരുടെ ആഗമനം, രണ്ട് സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം. ഇതൊക്കെയാണ് സിന്ധു നദീതട സംസ്കാരം നശിക്കാനുള്ള കാരണം. വീണ്ടും ആര്യന്മാർ എന്ത് ചെയ്യാണ്? മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ആര്യന്മാര് താമസം ഉറപ്പിച്ചത്, സ്ഥിരവാസം ഉറപ്പിച്ചത് സ്ഥിരവാസം ഉറപ്പിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയൂടാ? ഗംഗാ നദിക്കരയിൽ എന്ന് പറയും, അഥവാ ഉത്തര മഹാസമുദ്രത്തിൽ എന്ന് പറയും. അപ്പൊ ആര്യന്മാർ ആദ്യമേ ഇന്ത്യയിലേക്ക് എത്തിയത് ചരിത്രപരമായി സിന്ധു നദിക്കരയിലാണ്. ആര്യന്മാർ സ്ഥിരവാസം ഉറപ്പിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഗംഗാ നദിക്കരയിലാണ്, അഥവാ ഉത്തര മഹാസമുദ്രത്തിലാണെന്ന് പറയും. ശരിയല്ലേ? എന്നാൽ ഇവിടെ സ്വാമി ദയാനന്ദ സരസ്വതി പറയുന്നത് എന്താ? ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണ് എന്ന് ആദ്യമായി പരാമർശിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. ഓക്കെ, അതെന്താ ഈ ടിബറ്റ് എന്ന് പറയാൻ കാരണം? അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഈ ടിബറ്റൻ പീഠഭൂമിയിലാണ് കൈലാസ നിര സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റൻ പീഠഭൂമിയിൽ അല്ലെങ്കിൽ ടിബറ്റൻ ഹിമാലയത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കൈലാസം സ്ഥിതി ചെയ്യുന്നത്. ആ കൈലാസത്തിലാണ് ആരുള്ളത്? ശിവനുള്ളത്, അല്ലെ? അപ്പോ പരമശിവന്റെ നിർദ്ദേശപ്രകാരമാണ് ഹിന്ദുമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, വേദങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് എന്നാണ് ആര് വിശ്വസിക്കുന്നത്? സ്വാമി ദയാനന്ദ സരസ്വതി. അതുകൊണ്ട് വേദങ്ങളിൽ പറയുന്നതാണ് ഹിന്ദുമതം, ദൈവം നേരിട്ട് നൽകിയതാണ്. ആ വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ധർമ്മം, മറ്റുള്ളവയൊക്കെ തെറ്റാണ്, അനാചാരങ്ങളാണ് എന്ന് ജനങ്ങളെ പരമാവധി പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, പക്ഷെ ജനങ്ങളെ പലരും എന്തിൽ ശരിക്കൊണ്ടില്ല, ഇദ്ദേഹത്തെ വിമർശിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒടുവിൽ ഇദ്ദേഹം എഴുതി, ഇദ്ദേഹത്തിന്റെ ആത്മകഥാ പരാമർശമുള്ള ഒരു പുസ്തകമായിരുന്നു സത്യാർത്ഥ പ്രകാശം. താൻ സത്യത്തിൽ അടിയുറച്ചാണ് ഏതൊരു പ്രവൃത്തിയും ചെയ്തിരുന്നത്. ആ പ്രവൃത്തികൾ വിശദീകരിക്കുന്ന പുസ്തകമായിരുന്നു സത്യാർത്ഥ പ്രകാശ്. അദ്ദേഹത്തിന്റെ കൃതിയെന്നോ ആത്മകഥാ പരാമർശമുള്ള പുസ്തകം എന്നാണ് നമ്മൾ സത്യാർത്ഥ പ്രകാശിനെ വിളിക്കുക. ഓക്കെ, നമുക്ക് തുടർന്ന് പഠിക്കാം. അപ്പൊ ഇത്രയും റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാം. സ്വാമി ദയാനന്ദ സരസ്വതി, ജനനം 1824 ഫെബ്രുവരി 12. ജന്മസ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്തിലെ കത്തിയവാടാണ്. ബാല്യകാല നാമം എന്ന് പറയുന്നത് മുൽശങ്കർ. ഹൈന്ദവ തത്വചിന്തകനായിരുന്നു. ഗുരു സ്വാമി വിർജാനന്ദ. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണ് എന്ന് ആദ്യമായി പരാമർശിച്ചു. ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത് ചരിത്രപരമായി സിന്ധു നദിക്കരയിലാണ്. ആര്യന്മാർ സ്ഥിരവാസം ഉറപ്പിച്ചത് എവിടെയാണ്? ഗംഗാ നദിക്കരയിലാണ്, അഥവാ ഉത്തര മഹാസമുദ്രത്തിലാണ്. ആര്യന്മാർ എത്തിച്ചേർന്നത് ആർട്ടിക് പ്രദേശത്തു നിന്നാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധരത്തിലാണ്. ഇനി ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിളിക്കുന്നു. ആരാണ് മാർട്ടിൻ ലൂതർ? ആരാണ് മാർട്ടിൻ ലൂതർ? അറിയാമോ നിങ്ങൾക്ക്? ആരാണ് മാർട്ടിൻ ലൂതർ? എനി ഐഡിയ? ആരാണ് മാർട്ടിൻ ലൂതർ? യെസ്, നമുക്കറിയാം. ലോകത്താദ്യമായി മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് എവിടെയായിരുന്നു? ജർമ്മനിയിലായിരുന്നു. ലോകത്താദ്യമായി മത നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് ജർമ്മനിയിലായിരുന്നു. അതിന് തുടക്കം കുറിച്ചത് കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസത്തിലെ പുരോഹിതനായി സേവനം ചെയ്യുകയായിരുന്ന മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ അവിടുത്തെ പുരോഹിത പ്രമുഖന്മാർക്കെതിരെ ശബ്ദമുയർത്തി. ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ആധ്യാത്മിക രീതി അല്ലെങ്കിൽ ആധ്യാത്മികത വിൽക്കുന്ന പ്രവണതയാണ് അക്കാലഘട്ടത്ത് കത്തോലിക്ക ക്രിസ്തുമതത്തിലെ പുരോഹിതന്മാർ ചെയ്തിരുന്നത്. അതിനെ വിമർശിച്ചുകൊണ്ട് ബൈബിൾ കത്തിച്ച വ്യക്തിത്വമാണ് മാർട്ടിൻ ലൂതർ. ഈ മാർട്ടിൻ ലൂതറാണ് കത്തോലിക്ക ക്രിസ്തുമത പുരോഹിതന്മാരുടെ ചെയ്തികളെ വിമർശിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമതത്തിന് തുടക്കം കുറിക്കുക. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമതത്തിന് തുടക്കം കുറിക്കുക. ആ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമതം യൂറോപ്പിലാകമാനം പ്രചരിക്കപ്പെട്ടു. കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസികളായ സാധാരണക്കാരായ ജനങ്ങളൊക്കെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമതം സ്വീകരിച്ചു. അതിനെയാണ് നമ്മൾ മതനവീകരണം എന്ന് വിളിക്കുക. സമൂഹത്തിലെ അനാചാരങ്ങളെ, ചൂഷണത്തിനെതിരെ ചോദ്യം ചെയ്യപ്പെട്ട ആദ്യ മതപരിഷ്കർത്താവ് അതാണ് മാർട്ടിൻ ലൂതർ. ആ രീതിയിൽ ഹിന്ദുമതത്തെ പരിഷ്കരിക്കാൻ ശ്രമിച്ച വ്യക്തിത്വമാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിളിക്കുക. ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നു. ആരാണ് ഈ കാൽവിൻ? അറിയാമോ നിങ്ങൾക്ക്? ഈ കാൽവിൻ എന്ന് പറയുന്ന തത്വചിന്തകനാണ് അദ്ദേഹം. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് മതനവീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു കാൽവിൻ. ആ അർത്ഥത്തിലാണ് ഹിന്ദുമത നവീകരണത്തിന് ശ്രമിച്ച നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയെ എന്തെന്ന് വിളിക്കുക?
ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്ന് വിളിക്കുക. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദുമതത്തിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ചു എന്നതുകൊണ്ടാണ് നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയെ ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂഥർ എന്ന് വിളിക്കുക, ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്ന് വിളിക്കുക. ലോകത്ത് ആദ്യമായി മതനവീകരണം ആരംഭിച്ചത് മാർട്ടിൻ ലൂഥർ ഇവിടെ ജർമ്മനിയിലാണ്. കാൽവിൻ മതനവീകരണം ആരംഭിച്ചത് എവിടെയാണ്? ഫ്രാൻസിലുമാണ്. ഫ്രാൻസിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു കാൽവിൻ. ഇനി ഇന്ത്യയുടെ പിതാമഹൻ എന്ന് വിളിക്കുന്നു. ഈ പിതാമഹൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണയുടെ പേരിൽ ഇതിന്റെ ഇംഗ്ലീഷ് എടുക്കുമ്പോൾ, ഇന്ത്യയുടെ പിതാമഹൻ എന്നതിന്റെ ഇംഗ്ലീഷ് എടുക്കുമ്പോൾ അപ്പൂപ്പൻ എന്ന അർത്ഥത്തിൽ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നൊക്കെ പറയാറുണ്ട്. ആണോ? ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ പറയാറുണ്ട്. ഗ്രാൻഡ് ഫാദർ എന്ന് പറയാറുണ്ടോ? ഗ്രാൻഡ് ഫാദർ എന്ന് പറയാറുണ്ട്. പക്ഷേ പിതാമഹന്റെ ഇംഗ്ലീഷ് എന്താണ്? ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നാണ്. വന്യ വയോധികൻ അല്ലെ? യെസ്. ഈ പിതാമഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥം അപ്പൂപ്പൻ എന്നല്ല, ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നല്ല. ഗ്രാൻഡ് ഓൾഡ് മാന്റെ മലയാളം വന്യ വയോധികൻ എന്നാണ്. അപ്പൂപ്പൻ എന്നതിന്റെ മലയാളം ഗ്രാൻഡ് ഫാദർ എന്നാണ്. ഇവിടെ പിതാമഹൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അർത്ഥമാക്കേണ്ടത് അതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഗോഡ് ഫാദർ എന്നാണ്. നമ്മൾ ആരെയാണ് ഗോഡ് ഫാദർ എന്ന് വിളിക്കുക? ആരെയാണ് നമ്മൾ ഗോഡ് ഫാദർ എന്ന് വിളിക്കുക? ആരെയാണ് ഗോഡ് ഫാദർ എന്ന് വിളിക്കുക? അപ്പൂപ്പനെയാണോ ഗോഡ് ഫാദർ എന്ന് വിളിക്കുക? ഇല്ല. ഒരു വ്യക്തി ജീവിക്കാൻ വേണ്ട ഉപദേശങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗോഡ് ഫാദർ എന്ന് വിളിക്കുക. ഉപദേശം നൽകുന്ന അഥവാ സംരക്ഷണം നൽകുന്ന വ്യക്തിയാണ് ഗോഡ് ഫാദർ. ഈ ഗോഡ് ഫാദർ എന്ന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മലയാളത്തിലൊരു ചലച്ചിത്രമുണ്ട് ഗോഡ് ഫാദർ അല്ലെ? അഞ്ഞൂറാൻ അല്ലെ? അഞ്ഞൂറാന്റെ സിനിമയാണ് ഗോഡ് ഫാദർ എന്ന് വിളിക്കുക. അതിൽ ഗോഡ് ഫാദർ എന്ന് ഉദ്ദേശിക്കുന്നത് അഞ്ഞൂറാനെയാണ്. അഞ്ഞൂറാന്റെ മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് നിരന്തരം ഉപദേശം നൽകുകയും മക്കളെ സംരക്ഷിക്കുകയും ചെയ്ത മനുഷ്യനായിരുന്നു അഞ്ഞൂറാൻ അല്ലെ? അദ്ദേഹം നമ്മുടെ നായകന്റെ അപ്പൂപ്പനൊന്നും അല്ലല്ലോ. അല്ല. ജീവിത വിജയത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകുന്ന വ്യക്തിയെ അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന വ്യക്തിയാണ് നമ്മൾ ഗോഡ് ഫാദർ എന്ന് വിളിക്കുക. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് രാഷ്ട്രീയത്തിൽ ഇന്നയാളുടെ ഗോഡ് ഫാദർ ആണ് ഇന്നയാള് എന്ന് പറഞ്ഞാൽ ഉപദേശം നൽകുന്ന ആള്. ശരിയല്ലേ? അപ്പൊ പിതാമഹന്റെ ഇംഗ്ലീഷ് എന്താ? ഗോഡ് ഫാദർ. ഗോഡ് ഫാദർ അല്ലെങ്കിൽ പിതാമഹന്റെ അർത്ഥം എന്താ? ഉപദേശം അഥവാ സംരക്ഷണം നൽകുന്ന വ്യക്തി ജീവിത വിജയത്തിന് വേണ്ടി. അപ്പൊ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന ജീവിത ഉപദേശം നൽകിയ വ്യക്തിയായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ പിതാമഹൻ എന്ന് വിളിക്കുക. എന്താണ് അദ്ദേഹം ഇന്ത്യക്കാർക്ക് നൽകിയ ഉപദേശങ്ങൾ എന്നൊക്കെ വഴിയെ നമ്മൾ പഠിക്കും കേട്ടോ. ഇനി ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് ആര്യന്മാർ കൊണ്ടുവന്ന വേദങ്ങൾ ജനങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് ഇദ്ദേഹം ആരംഭിച്ച പത്രത്തിന്റെ പേര് ആര്യപ്രകാശ്. ആര്യന്മാരുടെ കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഇദ്ദേഹത്തിന്റെ ആത്മകഥ താൻ ചെയ്തത് സത്യസന്ധമായിട്ടായിരുന്നു, ധർമ്മത്തിന് നിരക്കുന്ന രീതിയിലാണ് തന്റെ പ്രവൃത്തികളൊക്കെ, അല്ലാതെ ജനങ്ങളെ അധർമ്മത്തിലേക്ക് വഴിതെറ്റിക്കുവാനുള്ളതല്ല തന്റെ പ്രവൃത്തി എന്ന് ജനങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാൻ, മനസ്സിലാക്കിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എഴുതിയ പുസ്തകമായിരുന്നു ആത്മകഥാ പരാമർശമുള്ള സത്യാർത്ഥ പ്രകാശ്. കാരണം മതനവീകരണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അനാചാരങ്ങൾക്കെതിരെ, സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ രംഗത്ത് വന്നപ്പോൾ ഇദ്ദേഹത്തെ സമൂഹം വിമർശിച്ചു. അതിൽ മനംതൊന്നുകൊണ്ട് ഇദ്ദേഹം എഴുതിയ പുസ്തകമായിരുന്നു സത്യാർത്ഥ പ്രകാശ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ പുസ്തകമെന്നും പറയാറുണ്ട്, ആത്മകഥയെന്നും പറയാറുണ്ട്. എന്തിനെ? സത്യാർത്ഥ പ്രകാശിനെ. താൻ സത്യത്തിൽ അടിയുറച്ചാണ് താൻ പ്രവർത്തിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ മറ്റ് കൃതികളായിരുന്നു വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക എന്നിവ. വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക. ഓക്കെ അല്ലെ? വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക എന്നുള്ളത് നമുക്ക് റിവിഷൻ ചെയ്യാം. 3 വിശേഷണങ്ങൾ: ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂഥർ, ഹിന്ദുമതത്തിന്റെ കാവ്യം. ഇതിൽ മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന ജർമ്മനിയിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ച വ്യക്തി, ലോകത്ത് ആദ്യമായി മതനവീകരണം ആരംഭിച്ച വ്യക്തി. അദ്ദേഹമാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്മത വിഭാഗത്തിന് തുടക്കം കുറിക്കുക. അത് യൂറോപ്പിൽ ആഗമനം വ്യാപിച്ചു. അങ്ങനെ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് മതനവീകരണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു കാൽവിൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നും ആരെ വിളിക്കുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. എന്തുകൊണ്ട്? ഹിന്ദുമതത്തിൽ മതനവീകരണം ആരംഭിച്ചതുകൊണ്ട്. ഇന്ത്യയുടെ പിതാമഹൻ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗോഡ് ഫാദർ, ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. പത്രം ആര്യപ്രകാശ്, ആത്മകഥ സത്യാർത്ഥ പ്രകാശ്, മറ്റു കൃതികൾ വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക. ഇതൊക്കെ സ്ഥിരം PSC ചോദിക്കുന്നതാണ്, മറക്കല്ലേ. ഇനി എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നു എന്നാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെ? നോക്കാം. ഇദ്ദേഹം ആരംഭിച്ച സംഘടന ആര്യ സമാജം.
ആര്യ സമാജം ആരംഭിച്ചത് 1875-ലായിരുന്നു. 2 ആസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ബോംബെയിലും ഒന്ന് ബോംബെയിലും 2 ലാഹോറിലും. ബോംബെയിലും ലാഹോറിലും ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് ഇന്ത്യ ഒട്ടാകെ അദ്ദേഹം പ്രചരിപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു. തൽക്കാലം ബോംബെയും ലാഹോറും ആണ് എന്താരംഭിച്ചത്, ആര്യ സമാജം ആരംഭിച്ചത്. പഠിക്കാം. ഇതിലെങ്കിലും ഒന്ന് മാത്രമേ ഓപ്ഷനിൽ തരാറുള്ളൂ PSC കേട്ടോ. അപ്പൊ സംഘടന ആര്യ സമാജം 1875 ബോംബെയിലും ലാഹോറിലും ആരംഭിച്ചു. ലക്ഷ്യം എന്താണ്? വേദത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുമത നവീകരണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി, മറ്റുള്ളവയൊക്കെ തെറ്റ് എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. വേദത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുമത നവീകരണമായിരുന്നു എന്തിന്റെ ലക്ഷ്യം? ആര്യ സമാജത്തിൽ. ആദ്യം നിങ്ങൾ പോയി വേദങ്ങൾ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് യഥാർത്ഥ ആചാരം എന്തെന്ന് മനസ്സിലാക്കൂ, അത് കഴിഞ്ഞ് ആചാരം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ ഒരു ഡയലോഗാണ് വേദങ്ങളിലേക്ക് മടങ്ങുക. മനസ്സിലായോ? അപ്പൊ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? റൂസോ അല്ലെ? പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് റൂസോ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഉപനിഷത്തുകളിലേക്ക് മടങ്ങുക. ഉപനിഷത്തുകൾ, ഉപനിഷത്ത് അഥവാ മറ്റൊരു പേരെന്താ? വേദാന്തം. ഉപനിഷത്ത് അഥവാ വേദാന്തങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാ? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ മറ്റൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഗീതയിലേക്ക് മടങ്ങുക. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും ആര് തന്നെ? സ്വാമി വിവേകാനന്ദൻ തന്നെ. ഈ 4 ഡയലോഗുകളാണ് PSC ചോദിക്കുക. ആരാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്? സ്വാമി ദയാനന്ദ സരസ്വതി. ഉപനിഷത്ത് അഥവാ വേദാന്തങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് റൂസോയും. കണക്ട് ചെയ്ത പോയിന്റ് അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓർമ്മിക്കാം. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാമോ? സംഘടന ആര്യ സമാജം 1875. ലക്ഷ്യം വേദത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുമത നവീകരണം. ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വേദങ്ങളിലേക്ക് മടങ്ങുമെന്ന് ആഹ്വാനം ചെയ്തത് ആര്യ സമാജത്തിന്റെ ഭാഗമായി ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം എവിടെയൊക്കെ ആരംഭിച്ചു? ബോംബെയിലും ലാഹോറിലും. ഓക്കെ. ഇനി ഹിന്ദുമതത്തില് വേദങ്ങളിൽ ജാതി വ്യവസ്ഥിതി പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ന് ആരോപിച്ചുകൊണ്ടാണ് സമൂഹത്തിൽ ജാതി വ്യവസ്ഥിതി രൂപീകരിക്കപ്പെടുക. സവർണനും അവർണനും വിവേചനം വരുന്നത്. സവർണൻ അവർണനെ അടിച്ചമർത്തുന്ന പ്രതീതി ഉണ്ടായി. അങ്ങനെ അടിച്ചമർത്തുന്ന പ്രതീതി ഉണ്ടായപ്പോ അവർണരായ ഹിന്ദുക്കൾ മറ്റു മതങ്ങളിലേക്ക് ചേക്കേറി. അത് ബുദ്ധമതത്തിലേക്ക് ചേക്കേറിയവരുണ്ട്, ജൈനമതത്തിലേക്ക് ചേക്കേറിയവരുണ്ട്, സ്വരാഷ്ട്ര മതത്തിലേക്ക് അഥവാ പാഴ്സ്യമതത്തിലേക്ക് ചേക്കേറിയവരുണ്ട്, ക്രിസ്തുമതത്തിലേക്ക് ചേക്കേറിയവരൊക്കെ. അപ്പോ അങ്ങനെ ഹിന്ദുമതത്തിൽ നിന്ന് ആരെയും അകറ്റി നിർത്തുവാൻ ആർക്കും അനുവാദമില്ല. അതായത് സവർണർക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുമതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്തവരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ആരംഭിച്ച ഒരു ആശയ പ്രചരണമായിരുന്നു ശുദ്ധി പ്രസ്ഥാനം. അപ്പൊ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചതും ഏത് വർഷം തന്നെ? 1875 തന്നെ. എന്തായിരുന്നു ലക്ഷ്യം? ഹിന്ദുമതത്തിൽ നിന്നും മതപരിവർത്തനം ചെയ്തവരെ മടക്കിക്കൊണ്ടുവരിക. ചുരുക്കി പറഞ്ഞാല് ജാതി വിവേചനങ്ങൾക്കെതിരെയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുക. ജാതി വിവേചനം കാരണം ഹിന്ദുമതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് ചേക്കേറിയവരെ തിരികെ കൊണ്ടുവരുന്നു. അതായത് നിങ്ങളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു സംരക്ഷകൻ. അപ്പൊ ഹിന്ദുമത നവീകരണത്തിനും ശ്രമിച്ചു, ഹിന്ദുമത സംരക്ഷണത്തിനും ശ്രമിച്ചു എന്നത് മനസ്സിലാക്കുക. മൃഗങ്ങളെ മാംസാഹാരത്തിന് വേണ്ടിയിട്ട് കൊല്ലുന്നത് എതിർത്ത വ്യക്തിത്വമായിരുന്നു നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി. എന്തുകൊണ്ടാ? മൃഗങ്ങളെ മാംസാഹാരത്തിന് വേണ്ടി കൊല്ലരുത് എന്ന് വേദങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്യുവാനായിട്ട്, ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് 1882 ലാഹോർ ആസ്ഥാനമാക്കി ഇദ്ദേഹം എന്ത് ചെയ്തു? ഗോ സംരക്ഷണ സേനയ്ക്ക് തുടക്കം കുറിച്ചു. PSC ചോദിച്ചു, ഈയിടെ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഗോ സംരക്ഷണ സേനയ്ക്ക് തുടക്കം കുറിച്ചത് ആരാണ്? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി. ഏത് വർഷം? 1882. ആസ്ഥാനം എവിടെയാ? അപ്പൊ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് 1875. ലക്ഷ്യമെന്താ? ഹിന്ദുമതത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്തവരെ മടക്കിക്കൊണ്ടുവരിക. അഥവാ നമുക്ക് മറ്റൊരിടത്തിൽ പറഞ്ഞാൽ ജാതി വിവേചനം അവസാനിപ്പിക്കും എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. 1882 ലാഹോർ ആസ്ഥാനമാക്കി ഗോ സംരക്ഷണ സേനയ്ക്ക് തുടക്കം കുറിച്ചു. ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലെ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ പിതാമഹൻ, ഗോഡ് ഫാദർ എന്ന് വിളിക്കുക? സ്വരാജ്യ, സ്വധർമ്മ,
സുഭാഷ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ്യ എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യം. അതായത് ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യ ഭരിക്കേണ്ടത്, അല്ലാതെ ബ്രിട്ടീഷുകാരല്ല എന്ന ആശയം, ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ് എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. PSC ചോദിക്കാറുണ്ട്, സ്വരാജ്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. സ്വരാജ് എന്ന പേരിൽ പത്രം ആരംഭിച്ചത് ഗാന്ധിജിയാണ്. സ്വരാജ് എന്ന പുസ്തകം എഴുതിയത് അരവിന്ദ് കെജ്രിവാളാണ്. സ്വരാജ് എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് CR ദാസും മോത്തിലാൽ നെഹ്റുവും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാൽ സ്വരാജ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അതിനെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം. എങ്ങനെ? ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് വിശദീകരിച്ചു. സ്വധർമ്മ, സ്വന്തം കടമ കൃത്യമായി ചെയ്യുക. ഓരോ വ്യക്തിയിലും ദൈവം ഓരോ കടമ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കുക, ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജോലിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുക, മാതാപിതാക്കളാണെങ്കിൽ മക്കളെ സംരക്ഷിക്കുക, മക്കളെ പരിപാലിക്കുക, അധ്യാപകൻ പഠിപ്പിക്കുക, ഉദ്യോഗസ്ഥൻ ജനങ്ങളെ സേവിക്കുക. ഓരോ വ്യക്തിയിലും ഏൽപ്പിച്ചിരിക്കുന്ന കടമ സത്യസന്ധമായും ധർമ്മമായും ചെയ്യുക എന്നതാണ് സ്വധർമ്മ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. സ്വഭാഷ, ഹിന്ദിയെ ദേശീയ ഭാഷ ആക്കണമെന്ന് ആവശ്യപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. കാരണം സ്വാമി ദയാനന്ദ സരസ്വതി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്താണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് 1835 വില്യം ബെന്റിക്ക് എന്തിനെ കൊണ്ടുവരിക? ഇംഗ്ലീഷിനെ കൊണ്ടുവരിക. അപ്പൊ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്ത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്തായിരുന്നു? ഇംഗ്ലീഷ് ആയിരുന്നു. അത് ഇന്ത്യയുടെ ഭാഷയാണോ? അല്ല. ഇന്ത്യ ഇന്ത്യക്കാർക്കെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ ഭാഷ ഇന്ത്യയിൽ രൂപം കൊണ്ട ഭാഷയായിരിക്കണം, അതായത് ഹിന്ദി ആകണം എന്ന് ആവശ്യപ്പെട്ടതും ആര് തന്നെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പോ ഇന്ത്യക്കാർക്ക് ഉപദേശങ്ങൾ നൽകി അല്ലെ? എന്തൊക്കെ? ഇന്ത്യ ഇന്ത്യക്കാര് തന്നെ ഭരിക്കണം, ഇന്ത്യയിൽ രൂപം കൊണ്ട ഭാഷ ഹിന്ദി ആയിരിക്കണം ഇന്ത്യയുടെ ദേശീയ ഭാഷ, ഓരോരുത്തരും അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ചെയ്യണം, ഉത്തരവാദിത്വം നിറവേറ്റണം. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ പിതാമഹൻ എന്ന് വിളിക്കുക. ഇന്ത്യയുടെ പിതാമഹൻ എന്ന് വിളിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, സെറ്റാണ്. അപ്പോ വിശേഷണങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നു, ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നു. സെറ്റാണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണമാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചത്. സ്വരാജ്യ, സുധർമ്മ, സ്വഭാഷ എന്നീ മുദ്രാവാക്യങ്ങൾ അഥവാ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ചു. ഇന്ത്യ ഇന്ത്യക്കാർക്ക് ആദ്യമായി വാദിച്ചു ഹിന്ദിയെ ദേശീയ ഭാഷയാക്കണമെന്ന് പറയുകയും ചെയ്തു. സ്വരാജ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. സ്വരാജ് എന്ന പുസ്തകം എഴുതിയത് മുൻ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളാണ്. സ്വരാജ് എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് 1923, കൃത്യമായി പറഞ്ഞാൽ ജനുവരി 1-ാം തീയതി CR ദാസും മോത്തിലാൽ നെഹ്റു. സ്വരാജ്യം എന്റെ ജന്മ അവകാശമാണെന്ന് പറഞ്ഞത്, സ്വരാജ്യം എന്റെ ജന്മ അവകാശമാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, അതോടെ ഓർത്തു വെക്കുക. സ്വരാജ് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. PSC ചോദിക്കാറുണ്ട്. സ്വധർമ്മ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. സുഭാഷ എന്ന മുദ്രാവാക്യം ആദ്യം ഉപയോഗിച്ചത്, അല്ലെങ്കിൽ വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ. മരണം 1883 ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർത്തിയ ആഹാരം കഴിച്ച് മരിച്ചു. സംഭവം മറ്റൊന്നുമല്ലടാ. ജോധ്പൂർ രാജാവ് ആശയപരമായി സ്വാമി ദയാനന്ദ സരസ്വതിയോട് എതിരഭിപ്രായമുള്ള വ്യക്തിത്വമായിരുന്നു. എങ്കിലും സമൂഹത്തില് പൊതുജനങ്ങൾ കുറേയധികം പേര് ഇദ്ദേഹത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, കുറച്ചുപേർ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനെതിരെ പ്രത്യക്ഷത്തിൽ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനരോഷം ഉണ്ടാവുമെന്ന് ഭയന്നിട്ട് പുള്ളിയെ കൊട്ടാരത്തിൽ വിളിച്ച് താങ്കളുടെ ഈ ഒരു ആശയത്തിൽ നിന്ന് പിന്മാറണം, പരമ്പരാഗതമായ വിശ്വാസങ്ങളും ആചാരങ്ങളും താങ്കൾ അംഗീകരിക്കണം എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ജോധ്പൂർ രാജാവ് അങ്ങനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി, കൊട്ടാരത്തിൽ താമസിക്കുകയാണ്. ആ സമയത്ത് ജോധ്പൂരിലെ രാജാവ് ബഹുഭാര്യത്വം എന്നൊരു സമ്പ്രദായം ഫോളോ ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു.
പക്ഷെ പൊതുജനങ്ങൾക്ക് അറിയത്തില്ല. ഈ ബഹുഭാര്യത്വം എന്നൊരു കാഴ്ചപ്പാട് ആര് വിമർശിച്ചു? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി വിമർശിച്ചു. അദ്ദേഹത്തിന്റെ സ്വകാര്യ വീഴ്ച ഏ ഇദ്ദേഹം കണ്ടെത്തി. ഇത് ഇദ്ദേഹം ജനങ്ങളോട് പറയും എന്ന പേടി മൂലം നമ്മുടെ ജോധ്പൂർ രാജാവ് ഇദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയെന്നും പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ എന്താണ് നമ്മുടെ രത്നമുണ്ടല്ലോ, രത്നങ്ങള് വളരെ ചെറുതായി പൊടിച്ചു. രത്നങ്ങൾ പൊടിക്കുമ്പോൾ അത് തീരെ പൊടിയായി മാറില്ല. നമ്മൾ ആ ഗ്ലാസ് ചില്ല് പൊട്ടിച്ചതുപോലെ ഉണ്ടാവും. അത് മിക്സ് ചെയ്ത് കൊടുത്തു. അതില് അമാൽഗമാണ് നമ്മുടെ രത്നങ്ങൾ എന്ന് പറയുക. അത് വിഷമാണ്. 2, ഈ ചില്ലുകൾ അദ്ദേഹം കഴിച്ചത് കാരണം അദ്ദേഹത്തിന്റെ ആന്തര അവയവങ്ങൾ, തൊണ്ട ഉൾപ്പെടെ ആന്തര അവയവങ്ങൾക്ക് മുറിവേൽക്കുകയും അത് കാരണം അദ്ദേഹം സംസാരിക്കാൻ പോലും കഴിയാതെ, തുടർന്ന് ഭക്ഷണം പോലും കഴിക്കാനാകാതെ, വെള്ളം പോലും കുടിക്കാനാകാതെ ഏകദേശം 3 മാസക്കാലം അതീവ വേദന അനുഭവിച്ച് മരിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർത്തി ആഹാരം കഴിച്ച് മരിച്ചു എന്ന് പറയുമ്പോഴും അവിടെ രത്നം ചെറുതായി പൊടിച്ച് ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തു വന്നു. ആ ചില്ലുകൾ തൊണ്ടയിലും ആന്തരാവയവങ്ങൾക്കും ക്ഷതമേൽപ്പിച്ച് അങ്ങനെ ഏകദേശം 3 മാസക്കാലം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനാകാതെ ഒത്തിരി വിഷമം സഹിച്ച് മരിച്ചു എന്നാണ് നമ്മൾ പറയുക. PSC അതൊന്നും ചോദിക്കില്ല. PSC ചോദിക്കുമ്പോ ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർത്തി ആഹാരം കഴിച്ച് മരിച്ച സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ തത്വചിന്തകനാണെന്ന് ചോദിക്കുക. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അല്ലെങ്കിൽ എവിടെ വെച്ചാണ് സ്വാമി ദയാനന്ദ സരസ്വതി കൊല്ലപ്പെട്ടത്? ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച്. എന്നാണ് കൊല്ലപ്പെട്ടത്? 1883. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രശസ്തരായ 2 ശിഷ്യന്മാരായിരുന്നു ലാല ലജ്പത് റോയിയും കൂടാതെ ലാല ഹൻസ്രാജും. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ മരണത്തിന് ശേഷം ആ സ്വാമി ദയാനന്ദ സരസ്വതി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേരില് ഒരു വിദ്യാലയം ആരംഭിക്കാൻ ആര് തീരുമാനിച്ചു? ശിഷ്യന്മാർ. അതിന് നേതൃത്വം നൽകിയത് ശിഷ്യന്മാരിൽ ഒരുവനായ ലാല ഹൻസ്രാജ് ആയിരുന്നു. അതായിരുന്നു ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ്. അതായത് വേദങ്ങൾ പ്രചരിപ്പിക്കുന്നു ആരുടെ ഭാഷയിൽ? പാശ്ചാത്യ ഭാഷയിൽ, കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ, ലോകത്തെ അറിയിക്കും, ഇംഗ്ലീഷ് ഭാഷയിൽ പഠിപ്പിക്കുന്നു. 1886 ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് ആരംഭിച്ചത് ആരാണ്? ലാല ഹൻസ്രാജ് ആണ്. ആ പേരിൽ തന്നെയുണ്ട്. വേദങ്ങളാണ് പഠിപ്പിക്കുക, ഇംഗ്ലീഷ് ഭാഷയിലും പഠിപ്പിക്കുന്നുണ്ട്. ആരുടെ സ്മരണ നിലനിർത്തുവാൻ? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആദര സൂചകമായി. സെറ്റാണ്, കഴിഞ്ഞു. അപ്പോ 1883 ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർത്തി ആഹാരം കഴിച്ചാണ് ആരും മരണമടയുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രശസ്തരായ ശിഷ്യന്മാർ 1 ലാല ലജ്പത് റോയ്, 2 ലാല ഹൻസ്രാജ്. 1886 ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ലാല ഹൻസ്രാജുമാണ്. സെറ്റാണേ. അപ്പൊ നമുക്ക് സ്വാമി ദയാനന്ദ സരസ്വതി പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്താലോ? സ്വാമി ദയാനന്ദ സരസ്വതി നമ്മൾ ആൾറെഡി റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചത് 1824 ഫെബ്രുവരി മാസം 12-ാം തീയതി. ജന്മസ്ഥലം ഗുജറാത്തിലെ കത്തിയവാഡ്. ബാല്യകാല നാമം എന്ന് പറയുന്നത് മുൽശങ്കർ. ഹൈന്ദവ തത്വചിന്തകനായിരുന്നു. ഗുരു എന്ന് പറയുന്നത് സ്വാമി വിർജാനന്ദ. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണ് എന്ന് ആദ്യമായി പരാമർശിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ചരിത്രപരമായി ആര്യന്മാർ എത്തിച്ചേർന്നത് മധ്യേഷ്യയിൽ നിന്നാണെന്ന് കണക്കാക്കുന്നു. ആര്യന്മാർ വന്നത് ആർട്ടിക് പ്രദേശത്ത് നിന്നാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. ആര്യന്മാർ എത്തിച്ചേർന്നത് സിന്ധു നദിക്കരയിലാണ്. ഇന്ത്യയിലെ ആദിമ നിവാസികൾ അഥവാ സിന്ധു നദീതട സംസ്കാര നിവാസികൾ ദ്രാവിഡ സംസ്കാരത്തിൽപ്പെട്ടവരായിരുന്നു. ആര്യന്മാർ വാസമുറപ്പിച്ചതാകട്ടെ അഥവാ സ്ഥിരവാസം ഉറപ്പിച്ചതാകട്ടെ ഗംഗാ നദിക്കരയിലാണ് അഥവാ ഉത്തര മഹാസമുദ്രത്തിൽ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ വിശേഷണങ്ങൾ: ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിളിക്കുന്നു, ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്ന് വിളിക്കുന്നു. ആരാണ് ഈ മാർട്ടിൻ ലൂതർ? മതനവീകരണത്തിന് ജർമ്മനിയിൽ തുടക്കം കുറിച്ചത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. മതനവീകരണത്തിന് ഫ്രാൻസിൽ തുടക്കം കുറിച്ചത് കാൽവിൻ. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്, എന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പിതാമഹൻ, ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യ. അതായത് ജീവിത വിജയത്തിന് ആവശ്യമായ ഉപദേശവും സംരക്ഷണവും നൽകുന്ന വ്യക്തിയാണ് നമ്മൾ ഗോഡ് ഫാദർ എന്ന് വിളിക്കുക. പത്രം ആര്യപ്രകാശ്, ആത്മകഥ സത്യാർത്ഥ പ്രകാശ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ മറ്റ് കൃതികളാണ് വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക എന്നിവ. സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച സംഘടന ആര്യസമാജം. ആര്യസമാജം ആരംഭിച്ചത് 1875 ആസ്ഥാനം ബോംബെ. ആര്യസമാജത്തിന്റെ ലക്ഷ്യം ഇതായിരുന്നു: വേദത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുമത നവീകരണം.
വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി, മറ്റുള്ളതെല്ലാം തെറ്റാണ് വാദിക്കുകയാണ് അദ്ദേഹം ചെയ്യുക. ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ആരംഭിച്ചു. ഈ ആര്യ സമാജത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ആദ്യം പഠിക്കുക. വേദങ്ങൾ പഠിച്ചാൽ മാത്രമേ ആ വേദങ്ങളിൽ പറയുന്ന ആചാരങ്ങൾ നമുക്ക് മനസ്സിലാക്കൂ. അതാണ് യഥാർത്ഥ ഹിന്ദുമതം എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുക. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് റൂസോ ആണ്, ഫ്രാൻസിലെ തത്വചിന്തകൻ. ഉപനിഷത്ത് അഥവാ വേദാന്തങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ തന്നെ. സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച ആശയ പ്രചരണമായിരുന്നു ശുദ്ധി പ്രസ്ഥാനം. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് 1875. ലക്ഷ്യം ഹിന്ദുമതത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്തവരെ മടക്കി കൊണ്ടുവരിക. 1882 ലാഹോർ ആസ്ഥാനമാക്കി ഗോ സംരക്ഷണ സേനയ്ക്ക് തുടക്കം കുറിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി തന്നെ. സെറ്റാണേ. മുദ്രാവാക്യം സ്വരാജ്യ സുധർമ്മ സുഭാഷ. PSC ചോദിക്കും 3 ഒരുമിച്ച് ചോദിക്കണം നിർബന്ധമില്ല, ഏതെങ്കിലും ഒന്ന് ഇതുവരെയും ചോദിക്കുക. സ്വരാജ്യ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്, അല്ലെങ്കിൽ മുദ്രാവാക്യം ആദ്യം ഉപയോഗിച്ചതാര്? സുധർമ്മ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചതാര്, അല്ലെങ്കിൽ സുഭാഷ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചതാര്? ആരാ? സ്വാമി ദയാനന്ദ സരസ്വതി. ഇതിന്റെ വിശദീകരണമാണ് അടുത്ത് പറയുക. എന്താണ് സ്വരാജ്യ എന്ന് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞു. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യമായി പറഞ്ഞത് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദിയെ ദേശീയ ഭാഷയാക്കണമെന്ന് ആദ്യമായി വാദിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി തന്നെ. സ്വരാജുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളോട് നമ്മൾ അവിടെ സൂചിപ്പിച്ചു അല്ലെ. സ്വരാജ് എന്ന പത്രം ആരംഭിച്ചത് ഗാന്ധിജി ആയിരുന്നു. സ്വരാജ് എന്ന പുസ്തകം എഴുതിയത് അരവിന്ദ് കെജ്രിവാൾ ആണ്. സ്വരാജ് എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് 1921 ജനുവരി 1 CR ദാസും മോത്തിലാൽ നെഹ്റുവുമായിരുന്നു. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകൻ എന്ന സ്വാതന്ത്ര്യ സമരസേനാനി. മരണമടഞ്ഞത് 1883 ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച്. വിഷം കലർത്തി ആഹാരം കഴിച്ച് മരിച്ചു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സ്വാമി ദയാനന്ദ സരസ്വതിയെ സാമൂഹിക പരിഷ്കർത്താക്കളിലെ രക്തസാക്ഷിയായിട്ടാണ് നമ്മൾ കണക്കാക്കുക. സ്വാമി ദയാനന്ദ സരസ്വതി ശിഷ്യന്മാരായിരുന്നു ലാല ലജ്പത് റോയും ലാല ഹൻസ്രാജും. 1886 ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് ലാല ഹൻസ്രാജ് ആയിരുന്നു. ഓക്കെ അല്ലെ? മറക്കില്ലല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും പഠിച്ചു വരിക. ഇന്ന് നമ്മൾ പ്രധാനമായും പഠിച്ച 2 വ്യക്തിത്വങ്ങളെയാണ്. ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാനെയും, ഇന്ത്യയുടെ പിതാമഹൻ കൂടാതെ ഇന്ത്യയിലെ ഹിന്ദുമത നവീകരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച്. അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചിട്ട് വരിക. സാമൂഹിക പരിഷ്കരണം നമുക്ക് അടുത്ത ക്ലാസ്സിലും തുടരേണ്ടതുണ്ട്. മറ്റു ചില സംഘടനകളെ കുറിച്ച് നമ്മൾ പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പഠിച്ച് സെറ്റായി വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ബൈ ബൈ.